ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കാലിക്കറ്റ് പോയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കോഴിക്കോട് പോകുന്നത്. കോഴിക്കോട് ഞാൻ, ഉമ്മ, പിന്നെ സെൽമ, പുള്ളോ എല്ലാവരും കോഴിക്കോട് പോകുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ഓളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോട് എത്തിനവേ. കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ നേരെ കോഴിക്കോട്ടേക്ക് നമ്മൾ എത്തിനവേ. കോഴിക്കോട്ടേക്ക് രാവിലെ 5:40 ട്രെയിനിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കാസർഗോഡ് നിന്ന് 5:40 ട്രെയിനിലാണ് ഞങ്ങൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് ഇറങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഒരു ഹോട്ടലിലേക്ക് കയറി. അടിപൊളി ഹോട്ടലാണ്. കയറുമ്പോൾ ചെറുങ്ങിയൊരു ഇതേ ഉണ്ടായിട്ട് ഉള്ളിൽ കയറിയിട്ട് നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു. അങ്ങനെ വെജിറ്റേറിയൻ തന്നെ ചിക്കൻ ഇതൊന്നും വേണ്ട വെച്ചിട്ട് വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് തന്നെ നമുക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ കൈയെല്ലാം വാഷ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇരിക്കാൻ വേണ്ടി വന്നവേ. നല്ല അടിപൊളി ആംബിയൻസാണ് അവിടെ ഉണ്ടായിരുന്നത്. നല്ല ഇഷ്ടപ്പെട്ടെടുത്ത അടുത്ത ആംബിയൻസ് എല്ലാം. അങ്ങനെ ഞങ്ങൾ നേരെ കൈയെല്ലാം വാഷ് ചെയ്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് മെനുവെല്ലാം ചെക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് അടുത്ത പൂരിയും പിന്നെ മസാല ദോശയും. അപ്പോൾ അതന്നെ ഓർഡർ ചെയ്യാമെന്ന് വെച്ച് പിന്നെ നമ്മൾ മെനുവെല്ലാം സെർച്ച് ചെയ്തിട്ടാകുമ്പം ഇഡ്ഡലിയെല്ലാം കണ്ട് അങ്ങനെ അതിൽ ആടെയുള്ള ഏകദേശം എല്ലാം നമ്മൾ ടേസ്റ്റ് ആക്കിയവേ. അങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡെല്ലാം അടിപൊളി ഫുഡാവേ. അപ്പോൾ ഇത് പൂരിയാണ്. പൂരി കഴിച്ചെങ്കിൽ പ്ലേറ്റിൽ പുറത്താണ് അത്ര വലിയ പൂരിയാണ് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി പൂരി. ഒരു പൂരി കഴിച്ചെങ്കിൽ തന്നെ വേറെ എന്ന് പറയും. പിന്നെ മസാല ദോശ, പിന്നെ ഇഡ്ഡലി, വട, ചട്നി, അങ്ങനെ അടിപൊളി ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആയതുകൊണ്ട് രാവിലെ തന്നെ കഴിക്കാനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചിരുന്നു ഫുഡ് എന്ന് വെച്ചാൽ അടിപൊളി ഫുഡ്, ഒന്നും പറയാനില്ല. ചായയൊക്കെ അടിപൊളിയാണ്. വടയും ചട്നി, ഇഡ്ഡലി സെപ്പറേറ്റ് ഇഡ്ഡലി ഉണ്ടായിന്. സാമ്പാറിൽ മുക്കിയിട്ടുള്ള ചെറിയ കോയിൻ ഇഡ്ഡലി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഫുഡ് നമ്മൾ ടേസ്റ്റ് ആക്കിനവ. ഞാൻ പൂരി ഭാജിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പൂരി ഭാജി എന്നല്ല കഴിച്ചിന്. എല്ലാ ഫുഡും എല്ലാ അപ്പവും ഞാൻ ടേസ്റ്റ് ആക്കിന്. മസാല ദോശ ആക്കിന്, പിന്നെ ഇഡ്ഡലി, കോയിൻ ഇഡ്ഡലി, പൂരി, അങ്ങനെ എല്ലാ ഫുഡും നമ്മൾ ടേസ്റ്റ് ആക്കിന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ മടവൂർ പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു. മടവൂർ മഹാമലേക്ക്. അങ്ങനെ പള്ളിക്ക് പോയിട്ട് പള്ളിയിൽ സിയാറത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ രണ്ടാമത് നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്ക്. ഹൈലൈറ്റ് മാളിലെന്ന് വെച്ചാൽ കാലിടാനുള്ള സ്ഥലമില്ല, അത്ര തിരക്കാണ് ഹൈലൈറ്റ് മാളിലുള്ളത്. ഇത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കാസർഗോഡിലെ നമ്മളെ പുരയിലത്തെ പപ്പായയുടെ ഇഷ്ടം പോലെ ഇങ്ങനെ ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉണ്ടാകുമ്പോൾ ആർക്കും വേണ്ട, അവിടെ പിടിയും വിലയാക്കിയിട്ട് ആൾക്കാർ കൊണ്ടുവന്ന കാണണം. അങ്ങനത്തെ അവസ്ഥയാണ്. അങ്ങനെ അടിപൊളിയാവേ. ഹൈലൈറ്റ് മാളിലേക്ക് എത്തിയും പിന്നെ എന്ത് ചോദിക്കണ്ടല്ലോ. നമ്മുടെ അടുത്ത് അതേ റേറ്റ്. അപ്പോൾ മാങ്ങക്കൊന്നും വില കുറവൊന്നുമില്ല. ഞാൻ വെച്ച് മാളിലെല്ലാം റേറ്റ് കുറവുണ്ടാകും. ഞങ്ങൾ നെസ്റ്റോയിലൊക്കെ ഇത് പോയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നമ്മൾ കാസർഗോഡ് അതേ വില തന്നെ അവിടെ വില കുറവൊന്നുമില്ല. അങ്ങനെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് കാണാൻ നല്ല ചേലുണ്ടായിരുന്നു. ഓരോരോ സാധനം പച്ചക്കറിയും ഫ്രൂട്ട്സ് ആയെങ്കിലും നല്ല അടിപൊളിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കളർഫുള്ളായിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു വീഡിയോ എടുത്തവ പച്ച, മഞ്ഞ, ചുവന്ന, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല സെറ്റപ്പിൽ ഒരു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഞങ്ങൾ നോക്കി കുറച്ച് സാധനം ഞങ്ങൾ വാങ്ങിനവേ. പിന്നെ ഞാൻ മടുന്നൊരു ഷവർമ കഴിച്ച്, ജ്യൂസ്, അത് ഇതെല്ലാം ഓരോന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. സലാഡ് പറയാം അങ്ങനത്തെ എല്ലാം വാങ്ങിയിട്ട് ചിക്കന്, ഫ്രൈഡ് ചിക്കന്, കുബൂസ് എല്ലാം അവിടെ നിന്ന് നെക്സ്റ്റ് ഒന്ന് തന്നെ വാങ്ങിയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിരുന്ന് കളരിയാണ് എന്തിനാ പറയുന്നത്, ഇതെന്തെന്ന് പറയുന്ന ആളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ കളരി എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ സംസ്ഥാന തലത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ പരിപാടി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതും കൂടി ഞാൻ കുറച്ച് സമയം നോക്കിയപ്പോൾ അടിപൊളിയായിന്. പെണ്ണുങ്ങളതുണ്ടായിരുന്നു, ആണുങ്ങളതുണ്ടായിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. കുറേ സമയം അതും കണ്ട് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു നോക്കി നിൽക്കാൻ. ഈ മുട്ടി കൊണ്ട് അപ്പുറം ഇപ്പുറം മുട്ടുമ്പോൾ അവിടെ അങ്ങ് കൈക്ക് കൊള്ളുന്ന ഭയങ്കര അടിപൊളി പരിപാടി. എങ്ങനെയോ ഇതിങ്ങനെ കളിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല പാങ്ങല്ലേ. കുറച്ച് സമയം നോക്കുമ്പോൾ നല്ല രസമുണ്ടാവും നോക്കാൻ. ഇത് നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നോക്കും, എത്ര ആൾക്കാരെന്ന്. കോഴിക്കോട് SM സ്ട്രീറ്റിലെ മിഠായി തെരുവ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുണ്ടായിരുന്നത്. ഒരു സ്റ്റേഡിയത്തിൽ അടിപൊളിയായിരുന്നു. നമ്മൾ പിന്നെ അവിടെ ആൾക്കാർ കൂടിയിട്ട് അമ്മ നോക്കിയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടിയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയം പുറത്തിറങ്ങി. പിള്ളേരെല്ലാം നോക്കുന്ന ആ ഒരു സെറ്റപ്പിലുണ്ട്. ആർക്കും വരാൻ മനസ്സ് വന്നിട്ടൊന്നും ഉണ്ടായിട്ടാ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാകുമ്പോൾ പിള്ളേർ എന്തെല്ലാം കളിക്കുന്നേ ഇങ്ങനത്തെ എല്ലാം ഉണ്ടായി. നെയ്യാസിന് പിന്നെ ഒന്നും വേണ്ടാതില്ല അവിടെ എത്തിയിട്ടാകുമ്പോൾ. അങ്ങനെ ചാച്ചാന ചൊറഞ്ഞോണ്ട് ഓരോന്നോരോന്നേ എനിക്ക് വേണ്ടതെല്ലാം മേയ്ക്കൊണ്ടായിന്. അപ്പോൾ പിന്നെ തിന്നുന്നതിന് പിന്നെ എന്തൊരു കുറവ് വരുത്തിയിട്ടാണ്. ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടാകുമ്പോൾ എന്ത് അടിയുണ്ടത് ഉണ്ട്. എല്ലാ ജ്യൂസും എല്ലാ ഉപ്പിലിട്ട മാങ്ങയും അത് ഇത് നമ്മൾ ടെസ്റ്റാക്കി കൊണ്ടുണ്ടായിനവേ. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിന്. ഒന്നും വിട്ടിട്ട. ബീച്ചിലേക്ക് എത്തിയിട്ടാകുമ്പോൾ പിന്നെ നയാസിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. ബീച്ചിൽ ഓൻ്റെ സ്വന്തം ബീച്ച് പോലെ ഓനാക്കിന്. അത്രയ്ക്ക് എൻജോയ് ആക്കിന്. അങ്ങനെതാ മാളിൽ നിന്ന് കണ്ട മാളിന് അടിപൊളിയായി. ക്രിസ്മസ് ആയതുകൊണ്ട് ഫുള്ള് സെറ്റപ്പിലുണ്ടായിരുന്നു. ആൾക്കാരിന് ഒരു കുറവുണ്ടായിട്ട് അടിപൊളി വൈബ്. ബീച്ചിന് ഇതിലുണ്ടായിരുന്നത് ഹൈലൈറ്റ് മാളിലുണ്ടായിരുന്നത്.
അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് അവിടെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എടുക്കാനും നോക്കാനും എല്ലാം ഫുള്ള് സെറ്റപ്പ്, ക്രിസ്മസിൻ്റെ എല്ലാവിധ സെറ്റപ്പും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ടില്ലേ എല്ലാത്തിനും ഓഫറിലും ഉണ്ടായിനവ. പക്ഷെ നമ്മൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് വേണ്ടത് മാത്രമേ ഇട്ടു. വെറുതെ ഓഫർ ഉണ്ട് പറഞ്ഞ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം വാങ്ങണ്ടല്ലോ, അങ്ങനെ അതൊന്നും വാങ്ങിയിട്ടാവ. പിന്നെ പിള്ളമാർക്ക് ടാബും ഫോണൊന്നും കണ്ടെങ്കിൽ പിന്നെ ഓർ വേണ്ടെങ്കിൽ ഒരു വെറുതെ അങ്ങ് നോക്കിക്കോളും. അങ്ങനെ ഇവരെല്ലാവരും നോക്കുന്നവ. ഐഫോണെല്ലാം എങ്ങനെയുണ്ട് എല്ലാവരും നോക്കുന്നതാണ് ഇവർ മൂന്നാളും. ഇവർക്ക് പിന്നെ ഫോണും ടാബെല്ലാം കണ്ടെങ്കിൽ പിന്നെ എന്ത് ചോദിക്കണ്ട. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങിയവ. ഇവർ പിന്നെ മാളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൈഡ് കണ്ടെങ്കിൽ ഓരോ സൈഡിൽ കാണുന്നേ ഇല്ല. അത്ര തിരക്കൊക്കെ ഇവരെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ നിന്നപ്പോൾ ഞാൻ കുറേ നോക്കാനും പിടിക്കാനും നിന്നിട്ടാ. പിന്നെ അങ്ങനെ മാളിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ എല്ലാം കഴിഞ്ഞിട്ടെല്ലായിട്ട് ഞമ്മ താഴെ പുറത്തിറങ്ങിയിട്ട് നെസ്റ്റോയിലേക്ക് കയറിയവ. അവിടെ നിന്ന് തന്നെ നെസ്റ്റോന്ന് കുറച്ച് എല്ലാം നോക്കി. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡെല്ലാം നെസ്റ്റോന്ന് തന്നെ വാങ്ങിയവ. നെസ്റ്റോന്ന് തന്നെ കഴിക്കാനുള്ള ഫുഡ്, പിന്നെ ഫ്രൈഡ് ചിക്കന്, ഫുൾ ചിക്കന്, അങ്ങനെ എല്ലാം കുബൂസ്, പിന്നെ കുറച്ച് സലാഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പുറത്തുനിന്നാണ്. അവിടെ ഫുഡ് കോർട്ടിലെല്ലാം ഫുൾ തിരക്ക്. അങ്ങനെ മുകളിൽ പോയിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ കഴിച്ചൊന്നും വീടൊന്നും എടുത്തിട്ടാവേ. ഇവരാണെങ്കിൽ പിന്നെ മാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഓരോന്നോരോന്നേ നോക്കിയിട്ട് അവർക്ക് സമയം ചെയ്യുന്നില്ല. സമയം എത്ര സമയം പോയെങ്കിൽ അവർക്ക് അറിയുന്നില്ല. ഓനിക്ക് പിന്നെ ഗുസ്തി പിന്നൊന്ന് ചോദിക്കണ്ടല്ലോ, എന്ത് കിട്ടിയെങ്കിൽ ഓനിക്ക് ഓരോന്നിലൊന്നിൽ കയറണം, ഇരിക്കണം, പിടിക്കണം, ഇതാണ് എൻ്റെ അവസ്ഥ. പിന്നെ ഓരോന്നോരോന്ന് കാണുമ്പോഴല്ലേ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. അത്ര പാങ്ങണ്ടതാ. ഗ്ലാസ് ചാറെല്ലാം കാണുമ്പോഴല്ലേ മനസ്സിൽ വരുന്നില്ല. എൻ്റെ അടുത്ത് പിന്നെ ഫുള്ളുള്ളത് ഗ്ലാസ് ചാറാണ്. പിന്നെ വേണ്ടാന്ന് വെച്ച്. അത്രയ്ക്കും അടിപൊളി ചാറാവേ. ചാറിനെല്ലാം ചെറിയ റേറ്റേ ഉള്ളൂ, പക്ഷെ അടിപൊളിയാണ്. ഞാൻ പിന്നെ ട്രെയിനിൽ പോയതുകൊണ്ട് ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ പൊട്ടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം വാങ്ങാനാണെങ്കിൽ അതിന് തന്നെയായിട്ട് ആ ഒരു സെറ്റപ്പിൽ തന്നെ പോകണം. ഈ പിള്ളേരെല്ലാം ഉണ്ടാകുമ്പോൾ ഇതൊന്നും വാങ്ങിയെങ്കിൽ ശരിയാവില്ല. പിന്നെ ഞാൻ ഉണ്ടാകുമ്പോൾ നേരെ പോയത് മിഠായി തെരുവ് SM സ്ട്രീറ്റിലേക്കവേ. ആടെ പിന്നെ ചോദിക്കണ്ട, നമ്മൾ കാസർഗോഡ് മാലിക് ദിനാർ പള്ളി ക്രൂസിന് പോയെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരവസ്ഥയിലാണ്. കൈ വിട്ടെങ്കിൽ പോയി അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവിടെ ഉണ്ടായിന്. ആളുകൾ നല്ല പറഞ്ഞെങ്കിൽ പഠിച്ചവനെ പറയണ്ട, അത്ര ആളവേ. അതിലൊന്നിരുന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ അത്ര പേനുണ്ട്. ആളിടയിൽ ഇറുക്കി പിടിച്ചിട്ട് പോകണം, അങ്ങനത്തെ ആളാണ്. നമ്മൾ ഇത് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ബെൻറ്റ് നാറിപ്പോയിനവേ. നമ്മൾക്ക് പോയൊരാളുടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. നമ്മൾ രാത്രി 12 മണിയാവും ട്രെയിൻ കിട്ടാനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 6:30 മണിക്കുണ്ട് ഒരു ട്രെയിൻ. ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് 8:30 മണിക്കാണ് ആ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൽ വേഗം കയറിയിട്ട് നമ്മൾ വന്നിനവേ. നല്ലോണം ബനിയനവേ. എന്താ വെച്ചെങ്കിൽ SM സ്ട്രീറ്റിൽ കുറേ നടന്നിട്ടാകുമ്പോൾ നല്ലോണം ബനിയൻ. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നവേ. ട്രെയിൻ വരുന്ന കാണുമ്പോൾ എല്ലാം അപ്പുറത്തെ തുള്ളിയിട്ട് പായുന്നല്ലോ അപ്പുറത്തെ സൈഡിലേക്ക് കയറാൻ. നമ്മൾ രാത്രി 12 മണിയാകുമ്പോൾ പെരുക്കും എത്തിനവേ ട്രെയിനിൽ വന്നിട്ട്. ബനിയായിന് ആവശ്യമെങ്കിൽ ബനിയായിന് എന്നെങ്കിലും ബനിയായിട്ടാണെന്നും കൂടി പറയാവേ. അങ്ങനെ അടിച്ച് പൊളിച്ചൊരു ട്രിപ്പ്. വൺ ഡേ ട്രിപ്പാണെങ്കിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നവേ. നമുക്ക് പിന്നെ സെപ്പിക്കുണ്ടായിരുന്നു, നല്ല പൊളിച്ചുണ്ടായിരുന്നു പോയിട്ട് വരാൻ. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഇതൊരു ട്രിപ്പ്. അങ്ങനെ 3-4 സ്ഥലത്തേക്ക് പോയിന് ഒരു ദിവസത്തിൽ. ആരും ഇങ്ങനെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.